നമസ്തേ. കാലങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ അധർമ്മം വ്യാപിച്ചു. അസുരന്മാരുടെ അധിനിവേശത്തിൽ മനുഷ്യർ ദുരിതത്തിലായി. ഭൂമാതാവ് ദേവന്മാരോടൊപ്പം മഹാവിഷ്ണുവിനെ സമീപിച്ചു. പ്രാർത്ഥന കേട്ട വിഷ്ണു പറഞ്ഞു, ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കും. യദുവംശത്തിൽ വാസുദേവന്റെയും ദേവകിയുടെയും മകനായി ജനിക്കും. കാലം കഴിഞ്ഞു. മധുരയിലെ രാജകുമാരി ദേവകിയും വാസുദേവനും വിവാഹിതരായി. വിവാഹ സമയത്ത് ആകാശത്തൊരു മുഴക്കം. ദേവകിയുടെ 8ാമത്തെ മകൻ തന്നെയാണ് കംസന്റെ വധകൻ. ഈ വാക്കുകൾ കേട്ട് ഭയന്ന കംസൻ സഹോദരിയെ തടവിലാക്കി. അവളുടെ മക്കളെ ഒന്നൊന്നായി കൊന്നു. 7 കുഞ്ഞുങ്ങളെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി. 8ാമത്തെ കുഞ്ഞ് ജനിക്കാനിരിക്കുന്ന രാത്രി. കാരാഗ്രഹത്തിനുള്ളിൽ അത്ഭുതങ്ങൾ. അർദ്ധരാത്രി, ശ്രാവണമാസത്തിലെ അഷ്ടമി ദിനം. രോഹിണി നക്ഷത്രത്തിൽ ദിവ്യപ്രകാശം നിറഞ്ഞു. കൃഷ്ണൻ ജനിച്ചു. കരിമേഘവർണ്ണൻ, 4 കൈകളോടെ. ശംഖുചക്ര ഗദാ പദ്മങ്ങൾ കൈകളിൽ. വാസുദേവനെ ആശ്വസിപ്പിച്ച് ഭഗവാൻ പറഞ്ഞു, എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകൂ. അവിടെ യശോദയും നന്ദഗോപന്റെയും മകനായി ഞാൻ വളരൂ. ജയിൽ കവാടങ്ങൾ സ്വയം തുറന്നു. ബന്ധനങ്ങൾ അയഞ്ഞു. പുറത്തേക്ക് പെയ്യുന്ന മഹാപ്രളയമായ. കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കരുതിയ വാസുദേവന് ഒരു തുള്ളി പോലും തൊടാനില്ല. യമുനാ നദി വരെ എത്തിയപ്പോൾ വെള്ളം കവിഞ്ഞൊഴുകി. അപ്പോൾ അനന്തശേഷൻ തലയിൽ കുടപോലെ വിരിഞ്ഞു കൃഷ്ണനെ സംരക്ഷിച്ചു. അവസാനം ഗോകുലത്തിലെത്തി. യശോദയുടെ അരികിൽ ഉറങ്ങിക്കിടക്കുന്ന പെൺകുഞ്ഞിനെ മാറ്റി കൃഷ്ണനെ വെച്ചു. പിന്നെ തിരിച്ചെത്തി കാരാഗ്രഹത്തിൽ. അടുത്ത പുലർച്ചെ കംസൻ വന്ന് കുഞ്ഞിനെ കൊന്നുകളയാൻ ശ്രമിച്ചു. എന്നാൽ ആ പെൺകുഞ്ഞ് ദേവീ സ്വരൂപം കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. കഷ്ടം കംസ, നിന്നെ കൊല്ലാൻ ജനിച്ചവൻ മറ്റൊരിടത്ത് ജീവിക്കുന്നു എന്നു പറഞ്ഞു. ഇങ്ങനെ ധർമ്മസ്ഥാപനത്തിനായി മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. ആ അർദ്ധരാത്രി, അഷ്ടമി രോഹിണി നക്ഷത്ര ദിനം. ഇന്നും ശ്രീകൃഷ്ണ ജയന്തി അഥവാ ഗോകുലാഷ്ടമി ആയി ഭക്തജനങ്ങളെ വലിയ ഭക്തിയോടെയും സന്തോഷത്തോടും കൂടി ആഘോഷിക്കുന്നു. നമുക്കിനി കുറച്ച് ശ്രീകൃഷ്ണ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നോക്കിയാലോ. വാസുദേവസുതം ദേവം കംസചാരുണാർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, വാസുദേവന്റെ പുത്രനായി കംസനെയും ചാണൂരനെയും സംഹരിച്ച് ദേവകിക്ക് പരമാനന്ദം നൽകിയ ജഗത്തിൽ ഗുരുവായ കൃഷ്ണനോട് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. കൃഷ്ണായ വാസുദേവായ ഹരേയ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, വാസുദേവന്റെ പുത്രനായ പരമാത്മാവായ ഭക്തരുടെ ക്ലേശങ്ങൾ നീക്കുന്ന ഗോവിന്ദനായ കൃഷ്ണനോട് വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണൈ സ്വയം വ്യാസേന ഗ്രന്ഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ഇത് ഭഗവത്ഗീതയുടെ ധാന്യശ്ലോകമാണ്. ശ്രീകൃഷ്ണന്റെ ജ്ഞാനോപദേശം ഓർമ്മിപ്പിക്കാൻ.